الحمد لله الكريم المنان باسط الخيرات ومجيب الدعوات نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇരിക്കുന്ന ആളുകളോട് ഇതൊരു കേവലം വഅ്ളിനിരിക്കല്ല, ജുമാഅയുടെ ഖുത്ബയാണ്. അപ്പോൾ സ്വഫ് പൂർത്തിയായി തന്നെ ഇരിക്കണം. അത് എല്ലാ സമയത്തും പാലിക്കേണ്ട സുപ്രധാനമായൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ആ പ്രതിഫലം നമുക്ക് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ശരിക്കും സ്വഫായിട്ട് പൂർത്തിയാക്കിയാണ് ഇരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം കൂടുതൽ, അഥവാ പരിശുദ്ധ ഖുർആനിലെ 30ഓളം അധ്യായങ്ങൾ 80-ലധികം പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ചരിത്രം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബഹുദൈവ വിശ്വാസികളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ നക്ഷത്രഗോളങ്ങളെ ആരാധിക്കുന്ന ആളുകളുമായി അദ്ദേഹത്തിൻ്റെ സംവാദം, നാട്ടിലെ ശക്തനായ ഭരണാധികാരിയായി നിലനിൽക്കുന്ന നമ്രൂദ് എന്ന സ്വയം പ്രഖ്യാപിത ദൈവത്തെ
ആരാധിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംവാദം. അങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രം വളരെ ശക്തമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ അതിൽ നിന്നൊരൊറ്റ ഭാഗം മാത്രം ഇന്നത്തെ നിങ്ങൾ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കും. തുടർന്ന് നിങ്ങളുടെ ഖത്തീബ് തന്നെ അതിൻ്റെ തുടർ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇത്ര ശക്തമായത് പറയാനുള്ള കാരണം എന്താണ്? അത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അബുൽ അംബിയ, അംബിയാക്കളുടെ പിതാവാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇമാമുൽ ഹുനഫ, ഏകദൈവ വിശ്വാസികൾ, ശിർക്കിന്റെ ലാഞ്ചനകളൊന്നും കടന്നു വരാത്ത വിശ്വാസത്തിന്റെ ഉടമകളായ മുവഹിദുകളുടെ ഇമാമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ മാർഗത്തെ പരാമർശിക്കുന്നത് പോലും അൽ ഹനീഫിയ എന്നാണ്. ഹനീഫിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ് ഹനഫ് എന്ന് പറഞ്ഞാൽ? ഹനഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഹുവ മൈലുൻ അനിൽ വലാൽ ഇലൽ ഇസ്തിഖാമ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഹുനഫാ, ഹുനഫാ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പദമാണ് ഹുനഫാ അല്ലേ? പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്ന പദമാണെന്ത്? ഹുനഫാ, ഹനീഫ് എന്ന പദം. ആ ഹുനഫയിലെ ഹനഫ് എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം മൈലുൻ അനിൽ വലാലി ഇലൽ ഇസ്തിഖാമ, വഴികേടിൽ നിന്ന് സമ്പൂർണമായി മാറി നേർവഴിയിലേക്കുള്ള പൂർണ്ണമായ മടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഹനീഫാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശിർക്കിൻ്റെ ലാഞ്ചനകളൊന്നുമില്ലാത്ത, വഴികേടിൻ്റെ ഒരു ഭാഗവുമില്ലാത്ത, സമ്പൂർണമായും യഥാർത്ഥ മാർഗത്തിലേക്ക് മടങ്ങിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി ഊന്നൽ നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അദിയാനി അഹബ്ബു ഇലല്ലാഹ്, നബിയെ, മതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം ഏതാണ്? അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മതം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഹനീഫിയ അസ്സംഹ, ഏറ്റവും ഉദാരമായ ഋജുവായ മാർഗം, ഋജുവായ മതം, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മതം എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ പരാമർശിക്കാനുള്ള കാരണം എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാവുകയാണ്. ഇനി ഒന്ന് മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ലോകത്തിന് പഠിപ്പിച്ച മതം ഏതാണ്? അതും ഈ ഹനീഫിയ മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിച്ച മതം ഹനീഫിയത്താണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് ബഹുദൈവ വിശ്വാസികളുടെ മുന്നിലേക്കാണ്. അവിടെ ഒന്നിലധികം വിഭാഗങ്ങളുണ്ട്. തീർത്തും നിരീശ്വരവാദികളായ ആളുകളുണ്ട്. പൂർണ്ണമായും നിരീശ്വരവാദികളായി, പ്രകൃതിവാദികളായി നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ ആരാധിക്കുന്നത് എന്ന് വാദിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികൾ. അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ ഇത്തരം ആളുകളുടെ വിവിധങ്ങളായ ചിന്താഗതിയും വിവിധങ്ങളായ വിശ്വാസ ആചാരങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം ഹനീഫി മാർഗം. അവരോടൊക്കെ പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് സമ്പൂർണമായും മാറി നിന്ന് വഹ്ദാനിയത്തിനെ ഉറക്കെ പറയുന്ന പ്രഖ്യാപനമായിരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഇബ്രാഹിമി മാർഗത്തിന്റെ പ്രത്യേകതയാണ്. ശിർക്കിനോട് സമ്പൂർണമായി രാജിയാവുക, വഴികേടിൽ നിന്ന് സമ്പൂർണമായി മാറി നിന്ന് യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുക എന്നത് ഇബ്രാഹിം മാർഗത്തിന്റെ പ്രത്യേകതയാണ്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുംതഹിനയുടെ 4-ാമത്തെ വചനം മനസ്സിൽ വെക്കേണ്ടുന്ന ഒരായത്താണ് കേട്ടോ. അത് നമ്മുടെ മനസ്സിൽ എഴുതി വെക്കേണ്ടുന്ന ഒരായത്താണ്. സൂറത്ത് മുംതഹിനയുടെ 4-ാമത്തെ വചനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഇന്നത്തെ മുസ്ലിം സമുദായം പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണോ അതല്ല വേറെ ആർക്കെങ്കിലും ആ കഴിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് കാര്യങ്ങളും അല്ലാഹു അല്ലാത്തവരുടെ അടുത്ത് പറഞ്ഞാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിന്റെ മുന്നിൽ ഈ ആയത്തിന് വലിയ പ്രസക്തിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു പറയാൻ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅ إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ. ഈ ഉമ്മത്തിനോടുള്ള പ്രഖ്യാപനമാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായമെന്നല്ല, മനുഷ്യ സമുദായത്തിനോടുള്ള പ്രഖ്യാപനമാണ്. ലഖദ് കാന ലക്കും എന്ന് ഖുർആൻ പറയുന്നു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃകയുണ്ട്. എവിടെ? ഫീ ഇബ്രാഹീമ വല്ലദീന മഅ. ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഏതിലാണെന്നറിയോ? ഇദ് ഖാലൂ ലിഖൗമിഹിം. നേരത്തെ ഞാൻ പറഞ്ഞ ശിർക്കിന്റെ കൂത്തരങ്ങുകളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെയുള്ളവരും പറഞ്ഞ വാക്കിൽ എന്താണ് അവർ പറഞ്ഞത്? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സകലമായ ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ്, ഞങ്ങൾ അതിനോട് സമരസപ്പെടില്ല. മാത്രമല്ല കഫർനാ ബിക്കും, നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞങ്ങൾ അവിശ്വസിക്കുകയാണ്, ഞങ്ങളത് തള്ളിക്കളയുകയാണ്. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാ. ഏകദൈവ വിശ്വാസികളായ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഇതാ വിദ്വേഷം പ്രകടമായിട്ടുണ്ട്, ശത്രുത പ്രകടമായിട്ടുണ്ട്. ഏതുവരെ എന്നറിയുമോ? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ. നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് അഥവാ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് വിശ്വസിക്കുന്നത് വരെ നിങ്ങളുമായി സമരസപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങളുടെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി സമരസപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ പറഞ്ഞ പ്രഖ്യാപനത്തിൽ വിശ്വാസികളെ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് ഖുർആൻ. ഇന്നത്തെ ഒരു അവസ്ഥ ഒരു ഫ്ലെക്സിബിൾ മെന്റാലിറ്റിയാണ്. അയാൾ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. അയാൾ കുറച്ച് ശക്തനായ വാദക്കാരനാണെന്ന് പറയാൻ വലിയ പ്രശ്നമാണ്. അതൊക്കെ പാടില്ലാത്ത കാര്യം. പ്രത്യേകിച്ച് കാലഘട്ടം മാറി വരുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ശക്തമായി നിൽക്കുക എന്ന് ചോദിക്കുന്ന മഹാബുദ്ധിശാലികളെന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അത് അറബികൾക്ക് മാത്രമുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെയുള്ളതാണ് ഈ ഖുർആൻ. ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതൊന്ന് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടെന്ന് എന്റെ മനസ്സിലെങ്ങാനും ഒരു ചിന്ത വന്നു പോയാൽ ഞാൻ ഈ മതത്തിൽ നിന്ന് ഔട്ടാണ്, ഞാൻ ഈ ഹനീഫിയത്തിൽ നിന്ന് പുറത്താണ്. അത്രയും ഗൗരവമാണ് ആ വാക്കിന്. എൻ്റെ മനസ്സിൽ തോന്നാണ് അതൊന്നും ശരിയായ നിലപാടല്ല. ഇവിടെ നമ്മളിങ്ങനെ
അവർ വിളിച്ചാൽ അവിടെയും പോകണം, ഇവിടെ വിളിച്ചാൽ ഇവിടെയും വരണം. നമ്മളെല്ലാവരും അങ്ങനെ അങ്ങനെ പോകണം. എല്ലാത്തിനും പോകാം, അൽഹംദുലില്ലാഹ്, പ്രശ്നമൊന്നുമില്ല കേട്ടാ. മാനുഷികമായ ബന്ധങ്ങളും മാനുഷികമായ സഹകരണങ്ങളും എല്ലാം ഓക്കെയാണ്. പക്ഷേ വിശ്വാസപരമായ താരതമ്യത്തിലേക്ക് കടന്നു വന്നാൽ, പാരസ്പര്യത്തിലേക്ക് കടന്നു വന്നാൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുക മാത്രമല്ല, ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഹനീഫിയത്തിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വർത്താനം പറയാൻ ധൈര്യമുണ്ടോന്നാണ്. ഇന്ന് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഇത് പറയാൻ ധൈര്യമുണ്ടോന്നാണ്. കാരണം ഇന്ന് മുസ്ലിമീങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുക. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആക്രമണം, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു. പല കോണിൽ നിന്നും വർത്തമാനം വരുന്നു, മുസ്ലിമീങ്ങളുടെ ചരടുവലിയിലാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ചരടുവലിയിലാണ് അങ്ങനൊക്കെ സംഭവിക്കുന്നത്. ഇനി ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും മറ്റുള്ളവരും കൂടി പറഞ്ഞിട്ടാണ് എന്നൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചരണം. എന്ത് വന്നാലും മുസ്ലിമീങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് കുത്തുമ്പോൾ എഴുന്നേറ്റ് സംസാരിക്കാൻ കഴിയണം. ഓരോ മുസ്ലിമിനും ആർജവം ഉണ്ടാവണം, തന്റെ ഉണ്ടാവണം. പറയാൻ എന്ത് പറയണം? മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് പറയാൻ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 79-ാമത്തെ വചനം, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള. നിങ്ങളുടെ ഓലപ്പാമ്പ് കണ്ടൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. ഒരു നാട് മുഴുവനും എതിർത്തു നിൽക്കുകയാണ്. നാട് ഭരിക്കുന്ന ഏകഛത്രാധിപതിയായ നമ്രൂദ് എതിർപ്പിലാണ്. നാട്ടിലെ മുഴുവൻ ആളുകളും എതിർത്തു നിൽക്കുകയാണ്. തന്റെ കൂടെ നിൽക്കാൻ എണ്ണാൻ പറ്റുന്ന ആളുകൾ തന്നെ കുറവാണ്. ആ സന്ദർഭത്തിൽ ഇത് പറയാനുള്ള ധൈര്യം അത് ഹനീഫി മതത്തിന്റെ പ്രത്യേകതയാണ്. അത് ഈമാനിന്റെ കരുത്താണ്, അത് വിശ്വാസത്തിന്റെ കരുത്താണ്, അത് റബ്ബിനോടുള്ള ബന്ധത്തിന്റെ ദൃഢമായ പ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ. ഞാനിതാ ആകാശഭൂമികളെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ മുന്നിലേക്ക് യാതൊരു വക്രതയുമില്ലാതെ തിരിയുകയാണ്. വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ ആ റബ്ബിൽ പങ്കു ചേർക്കുന്നവനല്ല. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ അതുമ്മലക്കുള്ളൂ. നിങ്ങൾ എന്തൊക്കെ കളിച്ചാലും കുഴപ്പമില്ല. വല്ലാത്തൊരു സംഭവം കേട്ടോ. ഇബ്രാഹിം നബീനെ പഠിക്കണം കേട്ടോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ഫുകൾ പരിശുദ്ധ ഖുർആനിൽ 10ഓളം ഇടങ്ങളിൽ വളരെ വിശാലമായി സംസാരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ വിശേഷണങ്ങൾ ഓരോന്നിങ്ങനെ എടുത്ത് പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ കൽബിനൊരു ഹിമ്മത്ത് കിട്ടുക. നമ്മളൊക്കെ ചരിത്രം പറയാറുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിഞ്ഞു, ഒരു പോറലും ഏറ്റില്ല എന്നൊക്കെ പറയാം അല്ലേ. ആ സന്ദർഭം കൂടി മനസ്സിലാക്കണം. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. അന്ന് ഇബ്രാഹിം നബിയുടെ പ്രായം എത്ര എന്നറിയോ? നമ്മളെപ്പോലെ 10, 40, 50 വയസ്സുള്ള പ്രായമല്ല. ഇബ്രാഹിം നബിയുടെ പ്രായം 13, 14 വയസ്സാണ്. കൗമാര പ്രായക്കാരനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ഏത് നമ്രൂദ് അഗ്നിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രായം കൗമാര പ്രായക്കാരൻ്റെ, നമ്മളെ കുട്ടികൾ മൊബൈലും ഇങ്ങനെ തോണ്ടി കളിക്കണ പ്രായം, കണ്ട എല്ലാ വൃത്തികേടുകൾക്കും മണ്ടിപ്പായണ കാലം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നിയിലേക്ക് എറിയാൻ വേണ്ടി ഒരു രാജ്യം, ഒരു നാട് മുഴുവനും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. നാട്ടിലെ സ്ത്രീകളൊക്കെ നേർച്ചയാക്കി വിറകും നെയ്യും. എന്തിന്? ഇബ്രാഹീമിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന അഗ്നി കത്തിക്കാൻ എൻ്റെ വക വിറകും നെയ്യും നേർച്ച. അത് കൊടുത്താൽ എൻ്റെ കാര്യം, ഉദ്ദേശിച്ച കാര്യം സാധിക്കണം. ഒരു നാട് മുഴുവനാണ് ആലോചിക്കണം. അപ്പുറത്തെല്ലാവരും ഹർഷാരവത്തോടെ നിൽക്കാൻ ഇബ്രാഹിമിനെ എറിയും. ഇബ്രാഹിമിൽ എല്ലാ പൂർണ്ണമായും നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഇല്ലാതാവുകയും നമ്മൾ സ്വസ്ഥമാവുകയും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സന്ദർഭം. അവിടെ ആ 13 വയസ്സുകാരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കാണി. ആ കൗമാരപ്രായക്കാരൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ആ മുഖത്തിനൊരു ഭാവപ്പകർച്ചയില്ല, ഒരു കൂസലുമില്ല, അചഞ്ചലമായി നിൽക്കുന്ന ഒരാൾ. എന്തറിയോ? ഇബ്രാഹിം നബിന്റെ കൽബിൽ ഒരു വിശ്വാസമുണ്ട്. വലഖദ് ആതൈനാ റുഷ്ദഹു മിൻ ഖബൽ. നേരത്തെ തന്നെ നമ്മൾ അദ്ദേഹത്തിന് വിവേകം കൊടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ പറയാം.
ആ കരുത്തെന്താണ്? കൽബിന്റെ ഉള്ളിൽ ഈമാനിന്റെ കരുത്ത്. ഈ കാണുന്ന ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഒരാൾക്കും അടുത്തു ചെല്ലാൻ കഴിയാത്ത രൂപത്തിലുള്ള ഈ അഗ്നി, ആ അഗ്നിനാളങ്ങൾ എന്റെ ശരീരത്തെ തുടച്ചു നീക്കുവാനാണ് എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കും. അതല്ല, ആ അഗ്നി എന്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാക്കണ്ട എന്നാണ് ആ അഗ്നിയെയും എന്നെയും സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഈ അഗ്നിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ദൃഢനിശ്ചയം വരുന്നൊരു മനുഷ്യന്റെ ആ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആത്മവിശ്വാസം, ഓവർ കോൺഫിഡന്റ് എന്നൊക്കെ പറയല്ലേ നമ്മള്, ഒരു പതർച്ചയില്ല. ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് എന്തായിരുന്നു? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാത്ത വാക്കാണത്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹുണ്ട്, വരമേൽപ്പിക്കാൻ യോഗ്യനവനാണ്. ഇത് ഈ സമുദായത്തിൽ നിന്ന് എടുക്കപ്പെട്ടു പോയില്ലേ? ആലോചിച്ച് നോക്ക്. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ വിശ്വാസം എടുക്കപ്പെട്ടില്ലേ? ഒരു പറ്റം ആളുകൾ അള്ളാഹു അല്ലാത്തവരുടെ പിന്നാലെ, വേറൊരു പറ്റം ആളുകൾക്ക് ആളുകളുടെ കൂട്ടം കാണുമ്പോഴേക്ക് ബേജാറ്, കാലിൽ നിന്നിങ്ങനെ ഒരു പെരുപ്പ് കയറുക, കാലും കയ്യും ഒക്കെ വറക്കാൻ തുടങ്ങുക. ഇതല്ലേ മുസ്ലിം സമുദായത്തിന്റെ ചിത്രം? ഇതല്ലേ മുസ്ലിം സമുദായത്തിന്റെ ചിത്രം? ഡ്രാമയാണോന്ന് എനിക്കറിയില്ല കേട്ടോ, ഡ്രാമയാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരിക്കും നിങ്ങൾ, വടക്കേന്ത്യയിൽ നിന്ന് വന്നൊരു വീഡിയോ. ആ വീഡിയോയിൽ 2 കൈകളും പുറകിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അടിയും ഇടിയും കൊണ്ട് നിലത്ത് കിടക്കുന്നു. ചുറ്റുഭാഗത്തും ആളുകളുണ്ട്. ഏതു സമയത്തും തന്നെ ഉപദ്രവിക്കും, തന്നെ കൊന്നുകളയുമെന്ന് വിശ്വസിക്കുന്നു ആ മനുഷ്യൻ. പക്ഷെ അയാളുടെ നാവിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ഒരു വർത്താനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഹിമ്മത്ത് ഒരു മുസ്ലിം സമുദായത്തിന് കിട്ടണമെങ്കിലുണ്ടല്ലോ, ഈമാൻ കൽബിന്റെ ഉള്ളിൽ നിറക്കണം. എനിക്കൊരു റബ്ബുണ്ടെന്ന തീരുമാനം വരണം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അത് നിസ്കാരത്തെ കൈകെട്ടിയിട്ട് വജ്ജഹ് തോതി പറഞ്ഞു പോയാൽ പോരാ, അത് കൽബിന്റെ ഉള്ളിൽ ചേർത്ത് പിടിക്കണം. നാവും കൽബും തമ്മിൽ തലബുസാവണം. അപ്പോഴാണ് അതിന് എഫക്റ്റ് ഉണ്ടാകുക. മറ്റേത് നാവ് കൊണ്ടുള്ള വർത്താനം മാത്രമായി ചുരുങ്ങും. ഇന്ന് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണില്ല, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് വിളിച്ച പേരെന്താ അറിയോ? അള്ളാഹു ഇബ്രാഹിം നബിനെ വിളിച്ച പേര് അള്ളാഹുവിന്റെ ഖുർആൻ കാണാം. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ, ഇബ്രാഹിം നബി ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് പിന്തുടരപ്പെടുന്ന നേതാവ് എന്നർത്ഥത്തിന് പറയാം. മറ്റൊരർത്ഥം എന്താണെന്നറിയോ? ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ്. ഒരു സമുദായം ചെയ്യുന്ന പണി ഒറ്റക്കെടുത്ത നേതാവെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമത്തെ വർത്താനം അറിയോ? ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് ഭക്തിപൂർവം കീഴൊതുങ്ങി ജീവിച്ചവൻ. അള്ളാഹുവിന് ഭക്തിയോടെ കീഴൊതുങ്ങി ജീവിച്ചവൻ. ഹനീഫൻ, റിജുമാനസ്കൻ, വക്രതയില്ലാത്ത, കളങ്കമില്ലാത്ത, വിശ്വാസത്തിൽ തരുമ്പും ശിർക്കിന്റെയോ മറ്റോ കലർപ്പില്ലാത്ത റിജുമാനസ്കനായവൻ. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയിൽപ്പെട്ട ആളുമായിരുന്നില്ല. എത്ര ശക്തമാണല്ലേ ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ. അതങ്ങനെ പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ഹനീഫി മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഉമ്മത്തിനോട് പിൻപറ്റാൻ ആവശ്യപ്പെട്ടതും ഈ മാർഗത്തെയാണ്. ഈ ഉമ്മത്തിനോട് പിൻപറ്റാൻ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ
വലിയൊരു ബന്ധമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ അദ്നാനിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വന്നാൽ ആ പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ദഅവത്തു അബീക്കും ഇബ്രാഹിം, അന ദഅവത്തു അബീക്കും ഇബ്രാഹിം, ഞാൻ നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹനീഫി മാർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മക്കക്കാർ പറയായിരുന്നു ഞങ്ങളാണ് ഹനീഫികളെന്ന്, ഞങ്ങൾ ഹനീഫികളാണെന്ന് മക്കക്കാർ പറയും. എന്തുകൊണ്ടാണെന്നറിയോ? മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹനീഫികളാണ് എന്ന് പറയാൻ അവരുപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ചേലാകർമ്മം അവർ ചെയ്യുന്നവരായിരുന്നു. അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആ ചേലാകർമ്മം ചെയ്യുന്നവരായിരുന്നു. മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഹജ്ജ് അവർ ചെയ്യുന്നവരായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച കുടുംബ ബന്ധത്തിൻ്റെ പ്രത്യേകത, അതായത് ഏറ്റവും കൂടുതൽ അഭിസാരികമാരുണ്ടാവുകയും അതൊരു കുറ്റമാകാതിരിക്കുകയും ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ സ്വന്തം മാതാവിനെയും സ്വന്തം മകളെയും പ്രാപിക്കാൻ പാടില്ല എന്ന നിയമം എഴുതി വെച്ച് പഠിപ്പിക്കുന്നവരായിരുന്നു അവർ. ഇതൊക്കെ വെച്ചിട്ട് അവർ പറയും ഞങ്ങളാണ് ഹനീഫികളെന്ന്. യഥാർത്ഥത്തിൽ ഹനീഫി മതം എന്താണ് എന്ന് പരാമർശിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത നിർദ്ദേശം, സുമ്മ ഔഹൈനാ ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. സുമ്മ ഔഹൈനാ ഇലൈക, പിന്നെ നിനക്ക് നാം ദിവ്യബോധനം നൽകി, അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമാനസ്കരായ ഇബ്രാഹീമിന്റെ മാർഗം നീ പിന്തുടരണം. ഇബ്രാഹീമിന്റെ മാർഗം പിന്തുടരണം. അതൊരു വല്ലാത്ത വർത്തമാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രഖ്യാപനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളി. മക്കയിൽ കാലുഷ്യമില്ലാതിരിക്കാൻ മക്കക്കാരൊരു ഫോർമുല വെച്ചു. മക്കക്കാരൊരു സമവായത്തിലെത്താം എന്നൊരു തീരുമാനത്തിലെത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും അല്ല ഞാൻ പോണത്. ഒരൊറ്റ വാചകം. അവർ പറഞ്ഞു, മുഹമ്മദേ, നീ മക്കക്കാരനാണ്, ഞങ്ങളിവിടെ പൂർവികരായി നിലനിൽക്കുന്ന ആളുകളാണ്. അപ്പം നീ വന്നിട്ട് പറയുന്നു ഇത് ശരിയല്ല, ഞങ്ങളാവട്ടെ ഹനീഫി മതത്തിൻ്റെ ആളുകളാണ്. നീ പറയുന്നു നീയാണ് ഹനഫി മതത്തിൻ്റെ ആളുകൾ. ആയിക്കോട്ടെ, എന്നാൽ നമ്മൾ രണ്ടു കൂട്ടരും സമവായത്തിൽ നിർത്താം. എന്താണ്? നീ ഇങ്ങനെ കഅബാലയത്തിൻ്റെ മുറ്റത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ നിന്റെ കൈയൊന്നിങ്ങനെ വെറുതെ ഒന്ന് പൊക്കി കാണിക്കാം. കഅബാലയത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, വദ്ദുണ്ട്, സുവാഉണ്ട്, യഗൂസുണ്ട്, യഊഖുണ്ട്, ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്. അങ്ങനെ ധാരാളം അവരാരാധിക്കുന്ന വിഗ്രഹങ്ങളുണ്ട്. അതിനോട് ചെറിയൊരു ഐക്യദാർഢ്യം. നീ ആരാധിക്കണ്ട, നീ അതിനോട് വിളിച്ചു തേടണ്ട, നീ അതിൻ്റെ മുന്നിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണ്ട, അതിനുവേണ്ടി നീ മൃഗങ്ങളെ അർക്കണ്ട, ഒന്നും വേണ്ട. പോകുമ്പോൾ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വിഷയാണ്. ഇത്തരമൊരു സമവായം ഏത് സമയത്താണ് നിങ്ങൾ? മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന സമയമാട്ടോ അത്. മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുത്തപ്പെടുന്ന സമയമാണത്. അടിയും ഇടിയും കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കുഴപ്പമില്ലാതിരിക്കാൻ ഒറ്റപ്പണി. പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൈ കൊണ്ട് ഇങ്ങനെ നാക്യം കാണിച്ചാൽ മതി. ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിനോട് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ എഗ്രി ചെയ്യൂലേ? നമ്മൾ എഗ്രി ചെയ്യൂലേ? നമ്മളെന്താ പറയുക? ആയിക്കോട്ടെ, വേറൊന്നും വേണ്ട, വിശ്വാസമൊന്നുമില്ലല്ലോ, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ അങ്ങനെ കൈയാക്കിയ പോലെ കുറേ കഷ്ടപ്പാടില്ലാതിരിക്കുമല്ലോ, ഇന്ന് കൈയായിക്കളാ എന്നല്ലേ നമ്മൾ പറയാ? അല്ലേ? എന്നല്ലേ നമ്മൾ പറയാ? അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ സമവായ ചർച്ചയ്ക്ക് ശേഷം അള്ളാന്റെ ഖുർആൻ ഇറങ്ങി. അള്ളാന്റെ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ ഇദല്ല അദഖനാക ളിഅഫൽ ഹയാതി വളിഅഫൽ മമാത്. ഖുർആന്റെ പ്രയോഗമാണത്. വലൗലാ അൻ സബ്ബത്നാക, നബിയെ നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ, അല്പാൽപമായി നീ അവരിലേക്ക് അങ്ങ് ചാഞ്ഞു പോകുമായിരുന്നു.
നിന്റെ കൽബിന് നാം ഉറപ്പ് നൽകി നിന്നെ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ മനുഷ്യനാണ്, തോന്നാം, സ്വാഭാവികമായിട്ട് തോന്നാം, കുഴപ്പമില്ല, കാരണം അത്രയും ക്രൂര പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കാൻ. ബിലാൽ പീഡിപ്പിക്കപ്പെടുന്നു, അമ്മാർ പീഡിപ്പിക്കപ്പെടുന്നു, യാസിർ പീഡിപ്പിക്കപ്പെടുന്നു, ഖബ്ബാബ് പീഡിപ്പിക്കപ്പെടുന്നു റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പൊ സ്വാഭാവികമായും ഒരു നേതാവിന്, അതും ഇൽഫത്തുള്ള, കൃപയുള്ള, കാരുണ്യമുള്ള ഒരു നേതാവിന് ഒരുപക്ഷെ മനസ്സിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അള്ളാന്റെ റസൂൽ അതുണ്ടാവൂല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, വലൗല അൻ തബ്ബത്നാക, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീല, നീ അല്പാൽപമായി ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെങ്ങാനും ഹനീഫി മതത്തിൽ നിന്ന് നീ പുറത്തുപോയാൽ ഐഹിക ലോകത്തിന്റെയും പാരത്രിക ലോകത്തും ഇരട്ടി ശിക്ഷ കൊണ്ട് നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആൻ ഇങ്ങനെ വായിക്കണം, ഖുർആനിന്റെ ഉള്ളിലൂടെ അങ്ങനെ പോകണം. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക. അപ്പോഴാണ് അതിൻ്റെ നമ്മളൊക്കെ നിൽക്കുന്ന മതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്തെന്താണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിന് ഏതു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏതൊരു അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഏതൊരു ആശയമാണ് നമ്മുടേത് എന്ന് നമ്മുടെ കൽബിലേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫ്ലെക്സിബിലിറ്റിയും എലാസ്റ്റിക്കും ഒക്കെ നമ്മുടെ ചർച്ചയിൽ വരുന്നത് കൊണ്ടാണ്. അവിടെ ഏതിലും വിട്ടുവീഴ്ച ചെയ്യാം നമുക്ക്, പക്ഷെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഏതിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഈ പള്ളിയുടെ മുൻഭാഗം പൊളിച്ചു തരണം ഞങ്ങൾക്ക്, അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, അത് പൊളിച്ചു തരണം എന്ന് പറഞ്ഞാൽ തയ്യാറാണ് നമ്മൾ. അല്ല, ഈ പള്ളി തന്നെ ഇവിടുന്ന് പൊളിച്ചു മാറ്റണം, ഇവിടെ ഗവൺമെന്റ് പറയാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു അത്യാവശ്യം വരാൻ പള്ളി പൊളിച്ചു മാറ്റണം, തയ്യാറാണ്. വേറൊരു സ്ഥലത്തേക്ക് പള്ളി മാറ്റിപ്പണിയാം, പക്ഷെ നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ നീങ്ങണം. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും സാധ്യമല്ല. അത് പറയാനുള്ള കരുത്തുണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ ന്യൂജൻ കുട്ടികളുണ്ടല്ലോ, ന്യൂജൻ, അതിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും അവരുടെ ആറ്റിറ്റ്യൂഡുകൾ കാണുമ്പോൾ, അവരുടെ പ്രവർത്തന മേഖലകൾ കാണുമ്പോൾ ഭയമുണ്ട്. കാരണം അവരെന്തിനോട് സമരസപ്പെടാവുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഭൗതികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ എന്തിനോട് യോജിച്ചു പോകാം എന്ന തരത്തിലേക്ക് മനസ്സു മാറുന്നുണ്ട്, കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ, ദുനിയാവിൽ മാത്രമല്ല നാളെ പരലോകത്തും മരണാനന്തര ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യം ഈ വിശ്വാസമാണ്. അതിൽ എവിടെങ്കിലും ഒരു പോറൽ വന്നാൽ അതോടുകൂടി നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇല്ലാതെയായി തീരും എന്ന ഗൗരവതരമായ ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസകരമായ രോഗം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ചികിത്സ പ്രയാസമാണെന്ന് പറയപ്പെട്ട ധാരാളം രോഗികൾ, അള്ളാഹു അവർക്കെല്ലാം ശിഫ കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഖ്യം കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന ധാരാളം ആളുകൾ, അള്ളാഹുർക്കെല്ലാം സഹായവും അനുഗ്രഹവും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.